നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. പരീക്ഷയൊക്കെ അടുത്ത് വരുവാണേ, നിങ്ങൾ എല്ലാ ദിവസവും ഇനി കറണ്ട് അഫയേഴ്സ് പഠിച്ചോണേ. കറണ്ട് അഫയേഴ്സിന്റെ മാർക്ക് നമുക്ക് ഷുവർ ആയിട്ടും ഉറപ്പിക്കാൻ പറ്റുന്ന മാർക്കാണ്, അത് കളയരുത്. അപ്പൊ ഇന്ന് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ പോയിന്റ്സും തിരഞ്ഞെടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ക്ലാസ്സിലോട്ട് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിലേ ലൈക്ക് ചെയ്തിട്ട് പോണേ, അത് നിങ്ങൾ മറക്കരുത്. എനിക്ക് അറിയണ്ടേ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് പോവാ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഇടണേ. പിന്നെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങാം. ഇന്നത്തെ ആദ്യത്തെ പോർഷൻ, ഇവിടെ കുറെ ആൾക്കാരുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ആൾക്കാരെ ചോദിക്കാൻ 99% ചാൻസ് ഉള്ളതാ. ഓരോരുത്തരായിട്ട് നോക്കാം, ഓരോരുത്തരുടെ ഫാക്റ്റ് ആയിട്ട് നോക്കാം. ഇപ്പൊ തന്നെ പഠിച്ചു പോണേ. ആദ്യത്തേത് പങ്കജ് ത്രിപാഠി. പങ്കജ് ത്രിപാഠി ഒരു സിനിമാ താരമാണ്. പങ്കജ് ത്രിപാഠി ഒരു സിനിമാ താരമാണ്. ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ വന്നേക്കുന്ന ഒരു കറണ്ട് ഫാക്ട്, 2022 ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ ഐക്കൺ ആയി തിരഞ്ഞെടുത്ത പ്രഖ്യാപിക്കപ്പെട്ട സിനിമാ താരം ആരാണ്? പങ്കജ് ത്രിപാഠി. ഇലക്ഷൻ കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആയി പ്രഖ്യാപിക്കപ്പെട്ട സിനിമാ താരം ആര്? 2022 പങ്കജ് ത്രിപാഠി. കിട്ടിയ ഫാക്ട്. അടുത്തത് ജസ്റ്റിസ് ആനി ജോൺ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓംബുഡ്സ്മാനായി സ്ഥാനമേറ്റ വനിതയാണ്. ജസ്റ്റിസ് ആനി ജോണിന്റെ ഫാക്ട് എന്താ? കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓംബുഡ്സ്മാനായി സ്ഥാനമേറ്റ വനിതയാണ് ജസ്റ്റിസ് ആനി ജോൺ. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഇന്ദു മൽഹോത്രയുടെ ഒരു ഫാക്ട് ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓംബുഡ്സ്മാനായി നിയമിതയായ വനിതയാണ് ഇന്ദു മൽഹോത്ര. നമ്മുടെ രാജ്യത്ത് ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ ഓംബുഡ്സ്മാൻ ആകുന്ന ആദ്യത്തെ വനിതയാണ് ഇന്ദു മൽഹോത്ര. അപ്പൊ ജസ്റ്റിസ് ആനി ജോണോ രണ്ടാമത്തെ വനിതയാണ് ജസ്റ്റിസ് ആനി ജോൺ. ആദ്യത്തെ വനിത ആരാ? ഇന്ദു മൽഹോത്രയാണ് ആദ്യത്തെ വനിത. ഇന്ദു മൽഹോത്ര ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓംബുഡ്സ്മാൻ ആയിട്ടാണ് നിയമിതയായത്. അപ്പൊ പങ്കജ് ത്രിപാഠിയുടെ ഫാക്ട് കിട്ടിയല്ലോ, ഇലക്ഷൻ കമ്മീഷന്റെ നാഷണൽ ഐക്കൺ. ജസ്റ്റിസ് ആനി ജോൺ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓംബുഡ്സ്മാൻ. അടുത്ത ഫാക്ട്, വിനീസ് മബൻസാഗ് ഒരു കുഞ്ഞുവാവയാ. ഈ കുഞ്ഞുവാവയുടെ പ്രത്യേകത എന്താ? ലോക ജനസംഖ്യ 8 ബില്യൺ തികച്ചുകൊണ്ട് പിറന്ന കുഞ്ഞാണ് വിനീസ് മബൻസാഗ്. ഇപ്പൊ ലോക ജനസംഖ്യ 8 ബില്യൺ തികച്ചുകൊണ്ട് പിറന്ന പെൺകുഞ്ഞാണ് വിനീസ് മബൻസാഗ്. എവിടെയാ ജനിച്ചേ? ഫിലിപ്പൈൻസില് മനില, ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റലായ മനിലയിലാണ് ഈ കുഞ്ഞ് ജനിച്ചത്. അപ്പൊ ലോക ജനസംഖ്യ 8 ബില്യൺ തികച്ചുകൊണ്ട് ജനിച്ച കുഞ്ഞിന്റെ പേരെന്താ? വിനീസ് മബൻസാഗ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ ഒരുപാട് പേര് SCRTയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ച് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ടീം പുറത്തിറക്കിയ ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ പേർക്കൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ SCRT സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും, സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ചാപ്റ്റർ വൈസ് ആയിട്ട് ന്യൂ പാറ്റേൺ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര. ഒരുപാട് പേര് വാങ്ങി, നിങ്ങളുടെ കൂട്ടുകാർ തന്നെ ഒരുപാട് പേര് വാങ്ങി, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായം പറഞ്ഞ ബുക്കാണ്. റിവിഷന് വേണ്ടിയിട്ട് പക്കയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബുക്കാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷനാണ് വേണ്ടതെന്ന് അറിയാമല്ലോ, പരീക്ഷയ്ക്ക് അടുത്തു. അപ്പൊ ഇനി ഉള്ളത് റിവിഷനാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിച്ച ഓരോ ചാപ്റ്റർ എടുത്തിട്ട് ഇതിനകത്ത് ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പം 10ാം ക്ലാസ്സിലെ ബയോളജി ആദ്യത്തെ ചാപ്റ്റർ എടുക്കുവാണ്. അപ്പൊ ഇതിൽ നിന്ന് 10ാം ക്ലാസ്സിലെ ബയോളജി ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് അതിനകത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അവസാന നിമിഷം റിവിഷനൊക്കെ ഹെൽപ്പ് ആവുന്ന 100% ഹെൽപ്പ് ആവുന്ന ബുക്ക് തന്നെയാണ്. ബുക്കിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കാണണ്ടേ? ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി, വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി, ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരാം. അടുത്ത ഫാക്ട് ഡോക്ടർ പൂർണിമ ദേവിയെ പറ്റിയാണ്, ഇമ്പോർട്ടന്റ് ആണ്.
ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് എർത്ത് നേടിയ ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ പൂർണിമ ദേവി. ഡോക്ടർ പൂർണിമ ദേവി ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് എർത്ത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചാമ്പ്യൻസ് ഓഫ് എർത്ത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ബഹുമതി നേടിയ ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞയാണ് ആര്? ഡോക്ടർ പൂർണിമ ദേവി. ഡോക്ടർ പൂർണിമ ദേവി ഗുവാഹത്തി സ്വദേശിനിയാണ്. ഗുവാഹത്തി സ്വദേശിനിയാണ് ഡോക്ടർ പൂർണിമ ദേവി. ഇനി സുരേഷ് ദാസ്. ആരാണ് സുരേഷ് ദാസ്? സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ചട്ടക്കൂട് നിർമ്മിക്കാൻ വേണ്ടി നിയമിച്ച സമിതിയുടെ അധ്യക്ഷനാണ് സുരേഷ് ദാസ്. ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ കേരളത്തിലുള്ള ഫാക്റ്റ് ആണ്. ഇപ്പൊ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ചട്ടക്കൂട് നിർമ്മിക്കാൻ വേണ്ടി നിയമിച്ച സമിതിയുടെ അധ്യക്ഷനാണ് സുരേഷ് ദാസ്. സുരേഷ് ദാസ്. 5 പേരുടെ ഫാക്ട് ഇപ്പൊ തന്നെ കിട്ടിയല്ലോ. പൂർണിമ ദേവിയെ പറ്റി ഓർക്കുമ്പോൾ ചാമ്പ്യൻസ് ഓഫ് എർത്ത് ഓർത്തോണം. സുരേഷ് ദാസ് പാഠ്യപദ്ധതി, ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ചട്ടക്കൂട് നിർമ്മിക്കാൻ. വിനീസ് മബൻസാഗ് കുഞ്ഞുവാവ, ലോക ജനസംഖ്യ 8 ബില്യൺ തികച്ചുകൊണ്ട് പിറന്ന കുഞ്ഞുവാവയാണ്. ജസ്റ്റിസ് ആനി ജോൺ KCA കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓംബുഡ്സ്മാനായി നിയമിതയായ വനിതയാണ്. പങ്കജ് ത്രിപാഠി 2022 ഇലക്ഷൻ കമ്മീഷന്റെ ഐക്യനായി പ്രഖ്യാപിക്കപ്പെട്ട സിനിമാ താരമാണ് പങ്കജ് ത്രിപാഠി. അടുത്ത ഫാക്ട്സ് നോക്കാം. അടുത്ത ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. COP27 പറ്റിയാണ്. COP27 എന്നത് കാലാവസ്ഥാ ഉച്ചകോടിയാണ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 27ാമത് കോൺഫറൻസ് ആണ് 2022 നടന്നത്. വേദി എവിടെ? ഈജിപ്ത്. അപ്പൊ ഐക്യരാഷ്ട്ര സഭയുടെ 27ാമത് കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെ? ഈജിപ്തിലാണ്. എന്നാ നടന്നേ? 2022 നവംബർ 6 മുതൽ നവംബർ 20 വരെയാണ് കാലാവസ്ഥാ ഉച്ചകോടി ഈജിപ്തിലെ ഷം അൽ ഷെയ്ഖിൽ നടന്നത്. ഈജിപ്തിലെ ഷം അൽ ഷെയ്ഖ് ആയിരുന്നു 27ാമത് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി. അപ്പൊ ഈ കാലാവസ്ഥാ ഉച്ചകോടി 27ാമത് COP27 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. COP27 യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്, അതാണ് COP27. 2021 COP26 ആണ് നടന്നത്. അതിന്റെ വേദി എവിടെയായിരുന്നു? സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് 2021 COP26 നടന്നത്. COP26 നടന്നത്. COP27 വേദി ഈജിപ്തിലെ ഷം അൽ ഷെയ്ഖ് ആണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ ഒരു കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുത്തത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായ ഭൂപേന്ദർ യാദവ് ആണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് എവിടെ പങ്കെടുത്തത്? ഈ ഒരു കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുത്തത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായ ഭൂപേന്ദർ യാദവ് ആണ്. ഇനി COP27 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഹരിതഗ്രഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക, കാലാവസ്ഥാ സഹായ ധനവിതരണം ത്വരിതപ്പെടുത്തുക, കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുക എന്നുള്ളതൊക്കെയായിരുന്നു COP27 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. പിന്നെ ഈ COP27 ഒരു സഹായ നിധി, ഒരു ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ഫണ്ടിന്റെ പേരാണ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ഇത് ആഗോള താപനം മൂലം ദുരിതമനുഭവിക്കുന്ന ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് വേണ്ടി സ്വരൂപിക്കാൻ തീരുമാനിച്ച ഒരു നഷ്ടപരിഹാര നിധി, ഒരു ഫണ്ടാണ് ഏത്? ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് COP27 വേദി ഈജിപ്തിലെ ഷം എൽ ഷെയ്ഖ്. ഇനി 2021 COP26 വേദി എവിടെയായിരുന്നു? സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയല്ലോ. ആദ്യം പറഞ്ഞ 5 പേരുടെ ഫാക്ട്, ഇപ്പൊ പറഞ്ഞ 27 കാലാവസ്ഥാ ഉച്ചകോടി, അതായത് COP27. ഓക്കെ, അടുത്ത പോയിന്റ്സ് നോക്കാം.
ഇനി ഒരു ശിവപ്രതിമയെ പറ്റിയുള്ള ഫാക്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശിവപ്രതിമ സ്ഥാപിതമായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിലെ രാജസ്ഥാനിൽ വിശ്വാസ് സ്വരൂപം എന്ന പേരിലാണ് ആ ശിവപ്രതിമ അറിയപ്പെടുന്നത്. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ശിവപ്രതിമ സ്ഥാപിതമായത് രാജസ്ഥാനിലെ രാജസമന്ദ് ജില്ലയിലെ നദ്വാര പട്ടണത്തിലാണ് 112 മീറ്റർ ഉയരമുള്ള ശിവപ്രതിമ സ്ഥാപിതമായത്. ഈ ശിവപ്രതിമയുടെ പേരെന്തുവാ? വിശ്വാസ് സ്വരൂപം. ആരാണ് ഈ ശിവപ്രതിമ നിർമ്മിച്ചത്? ഷപൂർജി പല്ലോഞ്ചി എന്ന ഗ്രൂപ്പാണ് 112 മീറ്റർ ഉയരമുള്ള ഈ ശിവപ്രതിമയുടെ നിർമ്മാതാക്കൾ. ഷപൂർജി പല്ലോഞ്ചി. ഇപ്പൊ രാജസ്ഥാനിലെ രാജസമന്ദ് ജില്ല നദ്വാര പട്ടണത്തിൽ വിശ്വാസ്വരൂപം എന്ന പേരുള്ള ശിവപ്രതിമ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശിവപ്രതിമ സ്ഥാപിതമായി. അടുത്തത് ഒരു വിയോഗമാണേ. ഡൊമിനിക് ലാപ്പിയർ. ഈ ഡൊമിനിക് ലാപ്പിയറിനെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസും ചേർന്ന് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് പഠിച്ചിട്ടില്ലേ? ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം രചിച്ചത് ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസും ചേർന്നിട്ടാണ്. ഇതില് ഡൊമിനിക് ലാപ്പിയർ അന്തരിച്ചു. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്നു. ഡൊമിനിക് ലാപ്പിയർ 2022 ഡിസംബർ മാസം 2 അന്തരിച്ചു. ഇദ്ദേഹവും ലാറി കോളിൻസും ചേർന്ന് എഴുതിയത് ഈസ് പാരീസ് ബേണിംഗ് എന്ന പുസ്തകമാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? പ്രശസ്തമായ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ചേർന്ന് എഴുതിയ ഈസ് പാരീസ് ബേണിംഗ് എന്ന പുസ്തകം ഇരുവരെയും ലോക ശ്രദ്ധ ആകർഷിക്കാൻ കാരണമായി. പിന്നെ ഇന്ത്യ എങ്ങനെ സ്വാതന്ത്ര്യം നേടിയ കഥകളെ പറ്റി വിവരിക്കുന്ന പുസ്തകമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. ഈ പുസ്തകം എഴുതിയതും ഇരുവരും ചേർന്നിട്ടാണ്. ഡൊമിനിക് ലാപ്പിയറിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2008 ഡൊമിനിക് ലാപ്പിയറിന് പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഓർക്ക, ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത് ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ചേർന്നിട്ടാണെന്ന് ഓർത്തിരിക്കാം. അടുത്ത പോയിന്റ്സ് നോക്കാം. അടുത്ത പോയിന്റ് ആംഡ് ഫോഴ്സസിന്റെ തലവന്മാരെ പറ്റിയ. ഇതിലൊരു ചോദ്യം കിട്ടിയിരിക്കുവേ, എപ്പോഴും ചോദിക്കുന്നതാ. ആംഡ് ഫോഴ്സസിന്റെ തലവന്മാരെ പറ്റി. ദ്രൗപദി മുർമു, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ ആണ്. സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ് ആരാ? ദ്രൗപദി മുർമു. നമ്മുടെ സർവ്വസൈന്യാധിപൻ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു. ഇന്ത്യയുടെ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ ദ്രൗപദി മുർമു. ഇനി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ്, ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്, പിന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS എന്ന് പറയുന്നത് 2020 കൊണ്ടുവന്ന പുതിയൊരു പൊസിഷനാണ്. ആദ്യത്തെ CDS ആരായിരുന്നു? ജനറൽ ബിപിൻ റാവത്ത് ആയിരുന്നു. നിലവിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനാണ് നിലവിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അത് ഓർത്തിരിക്കാം. ബാക്കി ഇനി ആർമി എയർ നേവൽ, ഇത് നമുക്കൊന്ന് കോഡ് ഇട്ട് ഓർത്തിരിക്കാം. ആർമി എയർ നേവൽ. ആദ്യത്തേത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ ആണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. ഇതെങ്ങനെ ഓർക്കാം? മനോജിന് പണ്ടേ ആർമിയിൽ ചേരാനായിരുന്നു ആഗ്രഹം എന്നോർത്താൽ മതി. പട്ടാളത്തിൽ ചേരണമെന്നായിരുന്നു ആരുടെ ആഗ്രഹം? മനോജിന്റെ ആഗ്രഹം. അപ്പൊ മനോജിന് പണ്ടേ ആർമിയിൽ ചേരാനായിരുന്നു ആഗ്രഹം. അടുത്തത് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് VR ചൗധരി ആണ്. ഇതെങ്ങനെ ഓർക്കാം? ചൗവരി കൂടുതൽ കഴിക്കല്ലേ, എയർ കയറും അല്ലെങ്കിൽ ഗ്യാസ് കയറും എന്ന് ഓർത്താൽ മതി. ചൗവരി കൂടുതൽ കഴിക്കല്ലേ, ഗ്യാസ് കയറും, എയർ കയറും എന്ന് ഓർത്താൽ മതി. അപ്പൊ ചൗധരി എയർ ആണെന്ന് അവിടെ കണക്ട് ചെയ്യാം. ഇനി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ R ഹരികുമാറ.
നിങ്ങളെ പുലിവാൽ കല്യാണം സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ജയസൂര്യയുടെ പേര് ഹരികൃഷ്ണൻ എന്നല്ലേ? അപ്പോൾ എന്താണ്, കാറടിച്ചവർ വെള്ളത്തിൽ പോത്തില്ലേ? ഹരിശ്രീ അശോകനും ജയസൂര്യയും കൂടെ കാറടിച്ച് വെള്ളത്തിൽ പോത്തില്ലേ? ഹരികൃഷ്ണ അയ്യോ ഇവൻ പൊങ്ങി വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ മൊത്തം കിടന്ന് തപ്പി വളരെ സീനൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഹരി വെള്ളം, നേവി, നേവൽ അങ്ങനെ ഓർക്കാമല്ലോ. ഹരികുമാർ നേവൽ സ്റ്റാഫ്, ഹരികുമാർ നേവൽ സ്റ്റാഫ്. പുലിവാൽ കല്യാണം സിനിമയിൽ ഹരികൃഷ്ണൻ വെള്ളത്തിൽ പോകുന്ന ഓർത്താൽ മതി. അപ്പൊ വെള്ളം എന്നുള്ളത് നേവൽ, നേവി ആണെന്ന് കിട്ടും. കിട്ടിയില്ലേ ഇത് മൂന്നും? അപ്പൊ ഇന്ത്യയുടെ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ് ആരാണ്? ദ്രൗപദി മുർമു, ബഹുമാനപ്പെട്ട പ്രസിഡന്റ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. മനോജിന് പണ്ടേ ആർമിയിൽ ചേരാനായിരുന്നു ആഗ്രഹം. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് VR ചൗധരി. ചൗരി കൂടുതൽ കഴിക്കല്ലേ, എയർ കയറും, ഗ്യാസ് കയറും. ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ R ഹരികുമാർ. ഹരികൃഷ്ണൻ വെള്ളത്തിൽ പോയത് ഓർത്താൽ മതി. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS ആരാണ്? അനിൽ ചൗഹാൻ ആണ്. അനിൽ ചൗഹാൻ. ആദ്യത്തെ CDS ആരായിരുന്നു? ബിപിൻ റാവത്ത് ആയിരുന്നു. അടുത്തൊരു ചോദ്യം കൂടി പറഞ്ഞിട്ട് ഈ ക്ലാസ് നിർത്തുവാണ്. യുനെസ്കോ ഏഷ്യ പസഫിക് പുരസ്കാരം നേടിയ ഇന്ത്യയിലെ മ്യൂസിയം ഏത്? യുനെസ്കോ ഏഷ്യ പസഫിക് പുരസ്കാരം നേടിയ ഇന്ത്യയിലെ മ്യൂസിയം മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ഛത്രപതി ശിവജി മഹാരാജ് വാസ്തു സംഗ്രഹാലയം. ഛത്രപതി ശിവജി മഹാരാജ് വാസ്തു സംഗ്രഹാലയം മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയത്തിനാണ് യുനെസ്കോ ഏഷ്യ പസഫിക് പുരസ്കാരം ലഭിച്ചത്. യുനെസ്കോ ഏഷ്യ പസഫിക് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് രേഖപ്പെടുത്താൻ, വെറുതെ കണ്ടിട്ട് പോവാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയിട്ട് പോവാം. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.